question, right? A right regular pentagonal prism of side of base 30 mm and height of axis as 75 mm rests on HP on one of its base edges, on one of its base corners, such that its long edge containing that corner is inclined to the HP at 60 degree. Okay, draw its projections ആയിരുന്നു question. സോ ഇന്നലെ വന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ആ ഓറിയന്റേഷൻ നമ്മൾ ഇങ്ങനെ എടുത്തു എന്നുള്ളായിരുന്നു നിങ്ങളുടെ ഡൗട്ട് അല്ലെ, ഇങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഡൗട്ട്. സോ നമ്മൾ ഈ പറഞ്ഞ സെയിം കേസ് വി വിൽ ബി ഏബിൾ ടു ഡ്രോ ഇത് ഡയറക്ട്ലി മിറേർഡ് ഇമേജ് പോലെ നമുക്ക് വരയ്ക്കാമായിരുന്നു. ബട്ട് അറ്റ് ദാറ്റ് ടൈം എന്താണ് നമ്മൾ ഇൻക്ലൈൻ ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ ബേസ് എഡ്ജിനായി മാറിയതിനെ. സോ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് വൺ ഓഫ് ഹിസ് ബേസ് കോർണർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. I will show you. Okay, so see here. So ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. ഇപ്പൊ ഈ പറഞ്ഞ കണ്ടീഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് നോക്കിയാലായിട്ട് മനസ്സിലാവും ഇതെന്താണ്, ഒരു സ്ക്രീൻ ഇത് വിസിബിൾ ആണല്ലോ അല്ലേ? കാണുന്നുണ്ടല്ലോ? ഹലോ, ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ പറഞ്ഞതല്ല, ഒരു റൈറ്റ് റെഗുലർ പെന്റഗണൽ പ്രിസമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ. സോ ഇത് സൂം ഇൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ. ജസ്റ്റ് ഒരു കോർണർ മാത്രമാണ് ടച്ച് ചെയ്തത് അല്ലേ? ഇതിന്റെ കേസ് നമ്മളിപ്പോൾ എന്താണ്, ഈ സപ്പോസ് നമ്മൾ വരയ്ക്കുന്നത് ഈ സൈഡ് റെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വരയ്ക്കാമായിരുന്നു അല്ലേ? അപ്പൊ എന്ത് പറ്റും, ഈ എഡ്ജ് താഴെ തട്ടുന്ന രീതിയിലായിരിക്കും വരുന്നത് അല്ലേ? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നായിട്ട് കണ്ടീഷനായിട്ട് മാറും. സോ നമുക്ക് ഒറ്റ രീതിയിൽ മാത്രമേ ഓറിയന്റേഷൻ ഈ കേസിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് വൈസ്. സി ഇവിടെ നോക്കൂ. സോ ഇത് നിങ്ങൾ ഇതിന്റെ സിമ്പിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഇൻക്ലിനേഷൻ ഒഴിവാക്കിയിട്ട് ആക്സിസ് പെർപെൻഡിക്കുലർ ആക്കി മാറ്റുക. അതായത് സ്ട്രെയിറ്റ് അവേ ഇതെന്താണ്, സ്ട്രെയിറ്റ് അവേ ഈ പെന്റഗണൽ ഫേസ് ഈ താഴത്തെ എച്ച് പിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിതെന്താണ്, ഒരു നമ്മൾ ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വെക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, സിമ്പിൾ ഫേസ് ആയിട്ട് പറയുന്നത്. സോ അതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് നമുക്ക് രണ്ട് തരത്തിൽ ഇൻക്ലിനേഷൻ എടുക്കാം. എയ്തർ ഇങ്ങോട്ട് 60 ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഇതിനെ ഇങ്ങോട്ട് 60 ഡിഗ്രി എടുക്കാം. ബട്ട് ഇങ്ങോട്ട് 60 ഡിഗ്രി എടുക്കുന്ന സമയത്ത് അത് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ആയി മാറും. അതായത് ഈ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നത് പോലെ ആയിട്ട് മാറും, ഈ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിട്ട് മാറും. സോ നമുക്കത് ആകെ കൂടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം, കോർണറിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ തിരിക്കണമെങ്കിൽ സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദർ. ഓക്കെ, ഇൻക്ലിനേഷൻ ഹാസ് ടു ബി ഗിവൺ ഓൺ ദിസ് സൈഡ്, ഓൺലി ദെൻ വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് നമ്മൾ പറഞ്ഞ പോലത്തെ ഈ ഒരു ഓറിയന്റേഷൻ കിട്ടുള്ളൂ. സോ ഇതാണ് ആ 3D സ്പേസിൽ ആ ഒരു സോളിഡിന്റെ റെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇമേജ്. സോ ഇത് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ നോക്കി അറിയാം അല്ലേ? സോ യു ആർ ഗോയിങ് ടു സി റൈറ്റ്. സോ ഫ്രണ്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു റെക്ടാങ്കിൾ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. ആൻഡ് ഇഫ് യു സീ അവർ സൊല്യൂഷൻ ഓൾസോ ഐ വിൽ ഷോ യു ദ സൊല്യൂഷൻ. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിർത്തുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം. ബിക്കോസ് വി ഹാവ് ടു ടേൺ ഇറ്റ് ഫ്രം ദിസ് സൈഡ്. ഈ സൈഡിൽ നിന്ന് ടേൺ ചെയ്ത് എന്ത് പറ്റും, ബേസ് എഡ്ജിലായിരിക്കും റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇഫ് യു ആർ സീയിങ് ദ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സി ആ ടേൺ ചെയ്ത് കഴിയുമ്പോൾ വന്നിരിക്കുന്ന ഫ്രണ്ട് വ്യൂ, ഇതേ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഫ്രണ്ട് വ്യൂ റൈറ്റ്. ഷെയ്ഡിങ് ജസ്റ്റ് കൊടുത്തത് സൈഡ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ബട്ട് യു ക്യാൻ സി ഓവറോൾ ഇറ്റ് ഈസ് എ റെക്ടാങ്കിൾ. ആൻഡ് ദെൻ അതിന്റെ ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് വരും, ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ കുറച്ച് സൈഡ് ഹിഡൻ ആയി പോകും നമ്മൾ പറഞ്ഞത്. അതിന് ശേഷമുള്ള ഒരു ഇമേജ് ഇങ്ങനെ കിട്ടും. സോ സിമിലർ വ്യൂ തന്നെയായിരിക്കും നമുക്ക് ഇവിടെയും ടോപ്പ് വ്യൂവിൽ ലഭിക്കുന്നത്. ഓക്കെ, സോ ടോപ്പ് വ്യൂവിൽ നമുക്ക് ലഭിക്കുന്നതും സിമിലർ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയായിരിക്കും. യു ക്യാൻ സി ഇതിന്റെ എന്താണ്, താഴെയുള്ള ഫേസുകൾ എന്താണ്, ഇൻവിസിബിൾ ആണ് അല്ലെ? ഈ സൈഡുകളും എഡ്ജസ് ഒന്നും ഇൻവിസിബിൾ ആണ്. സി ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ വ്യൂ. ലൈക്ക് വൈസ് സിമിലർ വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ സിമിലർ ആയിട്ടുള്ള വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. സി ഓക്കെ, സോ എന്താണ് ഇതിന്റെ താഴെയുള്ള 1 to A എന്ന് പറയുന്നത് ഹിഡൻ ആണ്. 1 to A ആണ് നമ്മളുടെ ഈ കേസിൽ. ഏതാണ് 1 to A എന്ന് പറയുന്നത്, ഇതാ ഇവിടെ നിന്ന് ഈ കണക്ട് ചെയ്യുന്ന 1 to A. അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കാണില്ല, ബിക്കോസ് ഈ രണ്ട് സൈഡ് ബാക്കിയുള്ള സൈഡിനെയൊക്കെ എന്താണ്, എഡ്ജസ്റ്റിനെയൊക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഹൗ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ പ്രൊജക്ഷൻ ഓഫ് എ സോളിഡ് ആൻഡ് എ റൈറ്റ് റെഗുലർ പെന്റഗണൽ പ്രിസം വിത്ത് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 60 degree ഫോർ ആൻ സൈഡ് ആസ് വെൽ as resting on one of its base corner and the axis is parallel to HP. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ഒറ്റ ഇൻക്ലിനേഷൻ മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഇക്വി ഡിസ്റ്റൻസ്. ഇതിന്റെ ആക്സിസ് സപ്പോസ് ഇഫ് യു ആർ കണക്ടിങ് ദ സെന്റേഴ്സ് ഓഫ് ദിസ് പെന്റഗൺസ്, then you can see that the distance between the VP as well as the axis will be same.
That means that axis is parallel to VP. There is only one inclination. And see, particularly as mentioned specifically mentioned one of its edge containing that corner എന്ന് പറഞ്ഞിരുന്നു അല്ലേ, one of its edge containing that corner. So that has to be taken. Okay, and the inclination has to be given. So ഇതാണ് suppose ഇതാണ് 60 degree എങ്കിൽ so your figure will be likewise. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇന്നലെ ഇതിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ? അത് ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലേ? ആ ഫിഗർ കണ്ടപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഓറിയന്റേഷൻ എന്നുള്ള ക്ലിയർ ആയില്ലേ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പൊ ഈ ഫിഗർ കണ്ടതുപോലെ നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ നോക്കുക, റൈറ്റ് റെഗുലർ പെൻഡൽ പ്രിസം സൈഡ് ഓഫ് ബേസ് 30 mm and height 75 mm rests on HP on one of its base corner. വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ സ്പെസിഫിക്കലി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓറിയന്റേഷൻ എടുത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ കേസിൽ തന്നെ ഇവിടെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരച്ചേനെ, ഇങ്ങോട്ട് ഇൻക്ലിനേഷൻ എടുത്ത് വരയ്ക്കുമ്പോൾ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ആയനെ. ഓക്കെ, സോ അങ്ങനെ വേണം വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ചോദിച്ചാൽ. ഇവിടെ സ്പെസിഫിക്കലി വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ പറഞ്ഞുകൊണ്ട് ഈ സൈഡ് വിത്ത് റെസ്പെക്ട് വേണം നമ്മൾ ഇൻക്ലിനേഷൻ എടുക്കാനായിട്ട്. അത് ശ്രദ്ധിക്കണം, അത് പലരും തെറ്റിക്കാറുണ്ട്. നിങ്ങൾ എക്സാമിനൊക്കെ ആയാലും സിമ്പിൾ പൊസിഷൻ തെറ്റിച്ചിട്ട് ബാക്കിയൊക്കെ കറക്റ്റ് ചെയ്താലും ആ ക്വസ്റ്റ്യന്റെ പാതി മാർക്കേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, സപ്പോസ് സ്ക്രീൻ വിസിബിൾ ആയോ? സാറേ പെന്റഗൺ മാത്രമേ സാറേ. ഈ പെന്റഗൺ ആണോ ഉദ്ദേശിച്ചത്? XY ലൈനിന്റെ താഴെ എന്തെങ്കിലും ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് വരക്കേണ്ടത്? ആ, ഇത് വരച്ചല്ലേ ഉദ്ദേശിക്കുന്നത്, ഈ പെന്റഗൺ വരച്ചത്? അതെ സാർ, അതെ സാർ. ഇത് നമുക്ക് എന്താണെന്നോ, ഞാൻ സോൾസിന്റെ ബേസിക് ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. ഇത് ഡിസ്റ്റൻസുകളും അതുപോലെ തന്നെ നമ്മളോട് അത് ക്വാഡ്രന്റ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ ഫ്രീ ടു ടേക്ക്. സോ ക്വാഡ്രന്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നോർമലി ജനറലി നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നുള്ള അസംഷനിൽ എടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഡിസ്റ്റൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യു ആർ ഫ്രീ ടു ടേക്ക് എനി ഡിസ്റ്റൻസ്. ഓക്കെ, ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്ന് മാത്രമാണ്. അപ്പൊ നമുക്കറിയാം ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്തായാലും എന്തായിരിക്കും, ടച്ചിങ് ഓൺ XY കോർണർ ടച്ചിങ് ഓൺ XY എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലാതെ നിങ്ങളിപ്പോ XYയിൽ നിന്ന് ഈ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു 5 സെന്റിമീറ്റർ എടുത്തു, വേറൊരാൾ XY നിന്ന് ഇങ്ങോട്ട് ഈ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ എടുത്ത് വരച്ചു, അങ്ങനെ എങ്ങനെ വരച്ചാലും ഇഷ്യൂ ഇല്ല. കാരണം അതൊക്കെയും സെയിം ആൻസർ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ബട്ട് വൺസ് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് the axis is at a distance of 5 centimeter from അല്ലെ 50 mm from VP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആ കറക്റ്റ് ലെങ്ത് തന്നെ നിങ്ങൾ വരയ്ക്കണം. ക്ലിയർ? ഓക്കെ സാർ. ഓക്കെ, സോ ഈ പുതിയ സ്ലൈഡ് കാണാമല്ലോ അല്ലേ? ഓക്കെ, സോ ഇത് എന്താണ്, കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ആണ്. സോ യു ക്യാൻ സീ ഹിയർ അല്ലേ, സ്ക്വയർ പിരമിഡ്. A square pyramid with base edge 40 mm and height 80 mm is resting on its base such that the axis 50 mm in front of VP and base edges are equally inclined to VP. Draw its projections. സോ നമ്മൾ പറയുന്ന ഒരു സ്ക്വയർ പിരമിഡിനെ കുറിച്ചാണ്. സോ ഇഫ് യു കുഡ് റിമെമ്പർ, സ്ക്വയർ പിരമിഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതായത് എന്താണ്, റൈറ്റ് റെഗുലർ ആയിരിക്കും കേട്ടോ, അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് മെൻഷൻഡ് എന്തായിരിക്കും, അതൊരു റെഗുലർ സോളിഡ് ആയിരിക്കും. അതായത് സൈഡ്സ് ഒക്കെ എന്താണ് ഈക്വൽ ലെങ്ത് ആയിരിക്കും. സോ ബേസ് എഡ്ജ് 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ സൈഡ് ഫേസസ് എന്നൊക്കെ പറഞ്ഞാൽ പിരമിഡ് ആയതുകൊണ്ട് അത് തന്നെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും. ആൻഡ് എൻറ്റയർ പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന ബേസ് എഡ്ജിൽ നിന്ന് കണക്ട് ചെയ്യുന്ന എൻറ്റയർ പോയിന്റ്സ് ഒരു ടോപ്പിൽ ഒരു പോയിന്റിലേക്ക് പോയി കണക്ട് ആവും. സോ എന്താണ് അതിന്റെ പേര്?
ആ അപ്പെക്സ് അല്ലെങ്കിൽ നമ്മൾ വെർട്ടെക്സ് എന്നൊക്കെ പറയുന്ന ആ പോയിന്റ് ആണ്. സോ ഇവിടെ ഈ കേസിൽ എന്താണ് എം ഡാഷ് എൻ ഡാഷ് ആണ് ഇവിടുത്തെ ആക്സിസ് ലൈൻ വരുന്നത്. എം ഡാഷ് എന്ന് പറയുന്നത് ബേസിലെ സെൻട്രൽ പോയിന്റും എൻ ഡാഷ് എന്ന് പറയുന്നത് ടോപ്പിലെ അപ്പെക്സ് പോയിന്റ് ആണ്. അപ്പെക്സ് പോയിന്റ് എന്ന് പറയുന്നത് കോണിനും പിരമിഡ്സിനും ഒക്കെ മാത്രമായിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, സോ ലിസൺ ഹിയർ. സോ എ സ്ക്വയർ പിരമിഡ് വിത്ത് base edge 40 mm and height 80 mm is resting on its base such that the axis is 50 mm in front of VP and base edges are equally inclined to VP. Draw its projections. Okay, so ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ there is no inclinations, axis is perpendicular to the base edge. So അതെന്താണ് റൈറ്റ് റെഗുലർ പോളിഗൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് സോ ഇതിന്റെ ഒരു സിമ്പിൾ പൊസിഷൻ ആയിട്ടാണ് വരുന്നത് അല്ലെ, ഒരു സിമ്പിൾ പൊസിഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഓറിയന്റേഷൻ ആണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പൊ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ബേസ് എന്ന് പറയുന്ന ഒരു സ്ക്വയറും അതുപോലെ തന്നെ സൈഡ് ഫേസസ് ആർ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എന്ന് പറയുന്നുണ്ട്. റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു പ്ലേസ് ദ സോളിഡ് ഓൺ എച്ച് പി അല്ലെ, പ്ലേസ് ദ സോളിഡ് ഓൺ എച്ച് പി. എച്ച് പിയിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ പ്ലേസ് ചെയ്യാം അല്ലെ, രണ്ട് തരത്തിൽ പ്ലേസ് ചെയ്യാം. എങ്ങനെ പ്ലേസ് ചെയ്യാം? ഇപ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിരിക്കാം അല്ലെ, സ്ക്വയർ വിത്ത് ബേസ് എഡ്ജ് ഇങ്ങനെ വരുന്ന പോലെ അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം? ഡയമണ്ട് ഷേപ്പിൽ പ്ലേസ് ചെയ്യാം, രണ്ട് ഷേപ്പിൽ പ്ലേസ് ചെയ്യാം അല്ലെ. ഈ രണ്ട് ഷേപ്പും ഇപ്പൊ ഈ കണ്ടീഷൻ സ്ക്വയർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 40 mm ആൻഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും ഇതിന് സാറ്റിസ്ഫൈ ചെയ്യും. വൈ? ബിക്കോസ് ഒരു സ്ക്വയർ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഓക്കെ, അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് എയ്തർ ഇറ്റ് ക്യാൻ ബി ദിസ് വേ ഓർ ദിസ് വേ. ബട്ട് സീ ദ സെക്കൻഡ് പോർഷൻ such that the axis is 50 mm in front of VP. സോ അതിന്റെ ലൊക്കേഷൻ ആണ് പറഞ്ഞിരുന്നത്. 50 mm in front of VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുന്ന സെൻട്രൽ പോയിന്റ് ആണ് നിങ്ങളുടെ ആക്സിസ് എങ്കിൽ, സോ ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ഇതെന്ന് പറയുന്നത് എന്താണ്? 50 ആയിരിക്കും. ഓക്കെ, 50 ആയിരിക്കും. ഓക്കെ, സിമിലർലി ഈ കേസിൽ എന്താണ്? ഇത് കണക്ട് ചെയ്യുന്ന ആക്സിസ് കണക്ട് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പോയിന്റിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അതും ഇത് രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത കണ്ടീഷൻ നോക്കുക. ആൻഡ് ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി എന്ന് പറയുന്നുണ്ട്. ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് കണ്ടീഷനിൽ ഒന്ന് മാത്രമേ സാറ്റിസ്ഫൈ ഉള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ബി ദിസ് വൺ അല്ലെ. ഇവിടെ നോക്കൂ, ബേസ് എഡ്ജസ് സ്ക്വയറിന്റെ ബേസിലെ ഷേപ്പ് സ്ക്വയർ ആണ്. സോ ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി. സോ വി പിയിൽ നിന്ന് ഈക്വൽ ഇൻക്ലിനേഷൻ ആവണം. ഈ കേസിൽ അത് അങ്ങനെയല്ല. ഈ കേസിൽ നോക്കൂ, വൺ ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു വി പി എന്നുള്ള കണ്ടീഷനാണ് ഇത്, ഈ കണ്ടീഷൻ നമ്പർ 1. ഓക്കെ, ബട്ട് ഈ കണ്ടീഷൻ നോക്കൂ, സെക്കൻഡ് കണ്ടീഷൻ ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി. സോ സി ദിസ് ഈസ് വൺ ഓഫ് ദ ബേസ് എഡ്ജ് അല്ലെ, ഇതൊരു ബേസ് എഡ്ജ് ആണ്, ഇതൊരു ബേസ് എഡ്ജ് ആണ്. ആൻഡ് ഇഫ് യു കുഡ് സി ഇതെന്താണ്? ഇവിടെ നിന്ന് വി പിയിൽ നിന്ന് ഈക്വലി ഇൻക്ലൈൻഡ് ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഇൻക്ലിനേഷനും എന്താണ്? സെയിം ആണ്. സോ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. പ്രീവിയസ് കേസിൽ പെന്റഗണിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓറിയന്റേഷൻ ഒരു തരത്തിലേ വരൂ എന്നുള്ളത്. സോ ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് പറയുന്ന ഓരോ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി. ദാറ്റ് മീൻസ് ദാറ്റ് ദിസ് ഈസ് അവർ സൊല്യൂഷൻ. ഓക്കെ, ഇങ്ങനെ വരച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് വന്നേനെ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ വന്നിട്ട് ആൻസർ വന്നേനെ. ഈ കേസിൽ ഇവിടെ നിന്നുള്ള വരും, അപ്പൊ ലെങ്ത്തിൽ കുറച്ച് വ്യത്യാസം വരും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് വരും? ഒരു വിസിബിൾ എഡ്ജ് കൂടെ ഉണ്ടാവും. ഈ നടുക്കൂടെയുള്ള എഡ്ജ് എന്തായിരിക്കും? നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് അതിന്റെ വേരിയേഷൻ വരുന്നത്. സോ ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലി വി വിൽ ഡ്രോ ദ XY ലൈൻ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ്, സോ സിൻസ് ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദ ടോപ്പ് വ്യൂ 50 mm ഇൻ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് യു മെഷർ ഫ്രം ഹിയർ ആൻഡ് ഗെറ്റ് ദിസ് പോയിന്റ്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ വരച്ച് നമ്മൾ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്നു. Later projections are dropped from there, so you get these points, two end points, and then you will connect it to the axis length apex point 80 mm ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ from XY you will start 80 mm and you will connect these points. Resting on HP എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് XY ലൈനിൽ തന്നെ വന്നത്. And you will name these points and dimension it, and this is the final solution. ക്വസ്റ്റ്യൻ കൊണ്ട് ഇതിങ്ങനെ ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തു എന്നുള്ളത് മനസ്സിലായില്ലേ? ഇങ്ങനെ എടുക്കാതിരുന്നതിന്റെ കാരണം പിടികിട്ടിയില്ലേ? Yes, sir. Okay, so there's a homework for you.
And the homework will be likewise: a square pyramid with base edge 40 mm and height 80 mm is resting on its base such that the axis is 50 mm in front of VP and one of its base edge is parallel to VP. Okay, one of its base edge is parallel to VP. Draw its projection. So സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ഡയമെൻഷൻ തന്നെയാണ്, ഓൺലി ദ ഓറിയന്റേഷൻ ചേഞ്ചസ്. ആൻഡ് അതിൽ നിങ്ങൾ ഈ ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ വേരിയേഷൻ എത്ര, ചെറിയൊരു വേരിയേഷൻ വന്നതും ഏതാണ് ഹിഡൻ എഡ്ജ് ആയി മാറിയെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, then so we will see next question. Okay, so next question is about pentagonal pyramid. Okay, pentagonal pyramid. So pentagonal pyramid lo noku, pentagonal pyramid with base edge 30 mm and height 80 mm resting on HP on its base with axis 50 mm in front of VP and one of its base edge parallel to and nearer to VP. ഓക്കെ, സിമ്പിൾ പൊസിഷൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. സോ യു കുഡ് സീ ഹിയർ, ഇതിലെന്താണ് അടുത്ത സെറ്റ് വന്നിട്ടില്ല. അതായത് ഇൻക്ലിനേഷൻ വരുമ്പോഴാണ് നമ്മൾ ആദ്യം ഒരു സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നു, അതിനുശേഷം അതിന്റെ ഇൻക്ലിനേഷൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ഈ കേസിലൊക്കെ ഒറ്റ സെറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം. ദിസ് ഈസ് എ പെന്റഗണൽ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 30 mm. ഓക്കെ, സോ ബേസിന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആൻഡ് ഹൈറ്റ് 80 mm. ഓക്കെ, സോ ഗിവൺ ഡാറ്റാസ് നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക. സോ അസൈൻമെന്റിൽ നിങ്ങൾ ആ 50 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സൈഡിൽ എന്താണ് എഴുതാം, ആക്സിസ് ഈക്വൽ ടു എത്ര എം എം, അതുപോലെ തന്നെ ബേസ് എഡ്ജ് ഈക്വൽ ടു എത്ര എം എം, അത് മാത്രം മതി. ഇങ്ങനത്തെ സെന്റൻസ് ആയിട്ടുള്ള രീതിയിൽ എഴുതണം എന്നില്ല. ഓക്കെ, then with axis 50 mm in front of VP and one of its base edge is parallel and nearer to VP. So suppose നമ്മൾ വരയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം, നമുക്ക് നോക്കാം. പെന്റഗണൽ പിരമിഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബേസ് ഷേപ്പ് വിൽ ബി പെന്റഗൺ. 5 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണ് പെന്റഗൺ ആൻഡ് വിത്ത് ബേസ് എഡ്ജ് 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെങ്ത് ഓഫ് ദ ഈച്ച് സൈഡ് ഈസ് ഓൾസോ ഗിവൺ ടു യു ആൻഡ് ഹൈറ്റ്, ആക്സിസ് ഹൈറ്റും തന്നിട്ടുണ്ട്. റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറയുന്നത് തന്നെ യു നോ ദാറ്റ് ഫ്രണ്ട് വ്യൂ വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം XY ലൈൻ ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് ആക്സിസ് 50 mm in front of VP. So 50 mm, axis in the 50 mm in front of VP എന്ന് പറയുന്നത് we will see it on the top view and one of its base edge is parallel and nearer to VP. Okay, so if you are drawing this, okay, so ഇത് നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാം, ഒരു പെന്റഗൺ നമുക്ക് പല തരത്തിൽ വരയ്ക്കാം അല്ലേ. എയ്തർ ഇങ്ങനെ വരയ്ക്കാം, അതായത് ഈ സൈഡ് പാരലൽ ആണ് കേട്ടോ, പാരലൽ ആണ്. പിന്നെ അടുത്ത കേസ് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഈ സൈഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം, ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഈ സൈഡ് പാരലൽ ആണ്. ഓക്കെ, സോ ഈ ഡാർക്കൻ ചെയ്ത സൈഡുകളാണ് ഞാൻ പറഞ്ഞ പാരലൽ, പെർപെൻഡിക്കുലർ, പാരലൽ. ഓക്കെ, സോ ഈ പെന്റഗണൽ പിരമിഡ്, അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഒരു പോസിബിലിറ്റി അല്ലെ. 1 2 3 pentagonal pyramid with base edge 30 mm. So consider this edges are 30 mm and all. Okay, and height 80 mm and resting on its HP, resting on its base on HP with axis 50 mm in front of VP and one of its base edge is parallel and nearer to VP. So one of its base edge is parallel to VP എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെ കണ്ടീഷൻസ് ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, പറയാതെ എങ്ങനെയാ വരുന്നത്. ബേസ് ഈസ് പാരലൽ ടു ബേസ് എഡ്ജ് ഈസ് പാരലൽ ടു VP എന്നാണ് പറയുന്നത്. ആ കണ്ടീഷൻ എങ്ങനെയാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? സാർ അതിന്റെ ബേസ് എഡ്ജും പാരലൽ ആയണ്ടല്ലേ VPക്ക്. ബേസ് എഡ്ജ് പാരലൽ ആണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. അപ്പൊ 1 ഉം 3 ഉം വരും. എന്താണ് അപ്പൊ 1 ഉം 3 ഉം തമ്മിലുള്ള വ്യത്യാസം? എക്സാമ്പിൾ 1 ആൻഡ് 3 സൊല്യൂഷനിൽ ഓപ്ഷൻ 1 ആൻഡ് 3 തമ്മിൽ എന്താണ് വ്യത്യാസം? VPന്റെ അടുത്തല്ലേ? 1 VPയുടെ അടുത്താണ്, 3 എന്ന് പറയുന്നത് VPയിൽ നിന്ന് ഫാറിലാണ്, ഫാർ അവേ ആണ് അല്ലേ. ഓക്കെ, റൈറ്റ്. സോ ഇതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ക്വസ്റ്റ്യനിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് വരയ്ക്കാൻ. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് ഈസ് പാരലൽ ടു VP എന്ന് മാത്രമേ ഉള്ളൂ. ഈ കണ്ടീഷൻ ഇല്ലാന്നാണെങ്കിൽ
നിങ്ങൾ ഇങ്ങനെ വരച്ചാലും സൊല്യൂഷൻ കറക്റ്റ് ആണ്, ഇങ്ങനെ വരച്ചാലും സൊല്യൂഷൻ കറക്റ്റ് ആണ്. ബട്ട് ക്വസ്റ്റ്യനിൽ പ്രിസൈസ് ആയിട്ട് പറയുന്നുണ്ട് നിയറർ ടു വി പി. സോ വൺ ഓഫ് ഇസ് ബേസ് എഡ്ജ് ഈസ് പാരലൽ ആൻഡ് ദിസ് ബേസ് എഡ്ജ് ഈസ് നിയറർ ടു വി പി. സോ അങ്ങനെ വരുന്ന കണ്ടീഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഇഫ് യു ആർ മെഷറിങ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാലും അതുപോലെ തന്നെ ഈ പാരലൽ ആയിട്ടുള്ള ഇങ്ങോട്ടുള്ള ലെങ്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാം നിയറർ ടു വി പി എന്ന് പറയുന്നത് എവിടെയാണ്, ഇവിടെയാണ്. സോ സൊല്യൂഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ 1 മാത്രമാണ് കറക്റ്റ് ഈ കേസിൽ. ഈ സ്പെസിഫിക് ആയ ക്വസ്റ്റ്യന് ഓപ്ഷൻ നമ്പർ 1 മാത്രമാണ് കറക്റ്റ്. ഓക്കെ, സോ നിങ്ങൾ ഇത് വരച്ചു കഴിഞ്ഞാലും സിമ്പിൾ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞു അല്ലേ. സിമ്പിൾ പൊസിഷൻ തെറ്റുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞാലും മാർക്ക് റെഡ്യൂസ് ആവും. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, സോ സപ്പോസ് ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലും പറയാം. നിയറർ ടു വി പി എന്ന് പറയുന്നതിന് പകരം എവേ ഫ്രം ഒബ്സർവർ എന്ന് പറയാം. നിയറർ ടു വി പി എന്ന് പറയുന്നതിന് പകരം എവേ ഫ്രം നിയറർ ടു വി പി എന്ന് പറയുന്നതിന് പകരം എവേ ഫ്രം ഒബ്സർവർ എന്ന് പറയാം. സപ്പോസ് ഒബ്സർവർ നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്, ഇത് റെഫറൻസ് പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവും എവേ ഫ്രം ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ഏതാണ് കേസ്. എവേ ഫ്രം ഒബ്സർവർ എന്ന് പറഞ്ഞാലും ഇതാണ് കേസ് അല്ലേ, എവേ ഫ്രം ഒബ്സർവർ. സോ ഈ കേസിൽ എന്തായിരിക്കും വരിക, ഇവിടെയാണ് ഒബ്സർവർ ഉള്ളെങ്കിൽ നിയറർ ടു ദ ഒബ്സർവർ എന്നായിരുന്നു കണ്ടീഷൻ വരിക. ഓക്കെ, സോ ആ നമുക്കുള്ള സ്പെസിഫിക് ഓപ്ഷനനുസരിച്ച് വേണം നമ്മൾ എന്താണ് സോൾവ് ചെയ്യാനായിട്ട്. സോ ഈ കേസിൽ പറയുന്നത് പെന്റഗണൽ പിരമിഡ് വിത്ത് ബേസ് അറ്റ് 30 mm ആൻഡ് ഹൈറ്റ് 80 mm റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് ആക്സിസ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ബേസ് അറ്റ് ഇസ് പാരലൽ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് നിയറർ ടു വി പി. സോ നിയറർ ടു വി പി എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഈ ഓപ്ഷൻ നമുക്ക് റൂൾ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഓപ്ഷനിലേക്കായി മാറി അല്ലേ. സോ ഇതാണ് നമ്മളുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, സോ ഈ ടോപ്പ് വ്യൂ നമ്മൾ വരുമ്പോൾ അതാണ് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞു കൺസ്ട്രക്ട് ചെയ്യുന്നു, നമ്മൾ ഈ പെന്റഗണൽ പിരമിഡിന് വേണ്ടിയിട്ടുള്ള ബേസ് അഡ്ജ് പെന്റഗൺ കൺസ്ട്രക്ട് ചെയ്യുന്നു ആൻഡ് ഇന്റർണൽ ആംഗിൾ യു വിൽ ബി നോയിങ് 108 ഡിഗ്രി. സോ അതിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. എവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു, ഇറ്റ്സ് മെൻഷൻ ദാറ്റ് ദ ആക്സിസ് ഈസ് അറ്റ് എ ലെങ്ത് ഓഫ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. സോ എക്സ് വൈയിൽ നിന്ന് താഴേക്ക് നമ്മൾ 50 എടുത്തിട്ട് ഈ സെന്റർ പോയിന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ലേറ്റർ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പെന്റഗൺ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ പെന്റഗൺ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, വി വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്. ഓക്കെ, സോ ABCDE എന്ന് പറയുന്ന ഓരോ 5 കോർണേഴ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. MN എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആയി മാറുന്നു, ബിക്കോസ് ടോപ്പ് വ്യൂവിൽ എന്താണ് ആക്സിസ് വിൽ ബി എ പോയിന്റ്. ഓക്കെ, സോ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വി വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്. സോ ഫ്രം എ പ്രൊജക്ടർ റെസ്റ്റിംഗ് ഓൺ HP ആയതുകൊണ്ട് തന്നെ XY ലൈനിലേക്കാണ് ആ പോയിന്റ്സ് വരുന്നത്. എയിൽ നിന്ന് A', ബിയിൽ നിന്ന് B', ഇവിടെ നിന്ന് എന്ത് വരും, ഇവിടെ നിന്ന് വരുന്നത് ഇവിടെ വരുന്നത് M' വരും. അതുപോലെ തന്നെ E' ആണ് കേട്ടോ, അത് M' ആൻഡ് E'. ഓക്കെ, ആൻഡ് ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, C' ആണ്. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുന്നത് C' ആണ് ആൻഡ് ഈ പോയിന്റ് D'. ഓക്കെ, ദെൻ M എന്ന് പറയുന്നത് ഇവിടെ ആക്സിസ് കൊടുത്തോണ്ട് തന്നെ ഇഫ് ദിസ് ഈസ് M', ഇതെന്തായിരിക്കും N' ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും, ഫ്രം M' യു ഹാവ് ടു ടേക്ക് എ ഡിസ്റ്റൻസ് ഓഫ് 80 mm. സോ 80 mm ആണ് ആക്സിസ് ലെങ്ത് വന്നത്. സോ N'. So you got all the points, and if you connect between these corners from apex to all the corners, you are going to get the corresponding front view. Okay, axis length നമ്മൾ chain line ആയിട്ട് കാണിച്ചു, and the entire dimensions can be marked. Side എന്നുള്ള 30, internal angle എന്നുള്ള 108, distance from VP to center axis ലേക്കുള്ള center 50, axis height 80 എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. So this is the complete solution for this question. ഓക്കെ, സോ നമ്മൾ എങ്ങനെ വരയ്ക്കണം എന്നുള്ള ഓറിയന്റേഷൻ ആണ് പറഞ്ഞത്, എങ്ങനെ നിർത്തണം എന്നുള്ളതിനനുസരിച്ചാണ് ഇത് ഓരോന്നും എടുക്കുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ, നിയറർ ടു VP ആണോ, എവേ ഫ്രം VP ആണോ, നിയറർ ടു ഒബ്സർവർ ആണോ, എവേ ഫ്രം ഒബ്സർവർ ആണോ, അതുപോലെ ബേസ് അഡ്ജസ്റ്റ് ഈക്വലി ഇൻക്ലൈൻഡ് ആണോ, ബേസ് അഡ്ജസ്റ്റ് പാരലൽ ആണോ, അതിനനുസരിച്ച് ഈ ഓറിയന്റേഷൻ മാറും. ഓക്കെ, ക്ലിയർ ആണോ?